ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു പ്രോൺസ് മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ പ്രോൺസ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം അതിൻ്റെ കറുപ്പൊക്കെ എടുത്ത് കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു മസാല ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടി മിക്സിയുടെ ജാറെടുത്ത് വെച്ച് അതിനകത്ത് ഒരു 250 ഗ്രാം ചെറിയ ഉള്ളിയുണ്ട്, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ ഉള്ളിയായി, ഒരു 10-11 ഉണ്ട്. ഇത് വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 6 അല്ലി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി, ഇതൊന്ന് കഷ്ണിച്ചിട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഒരു കഷ്ണം ഇഞ്ചിയെ അതൊന്ന് കഷ്ണിച്ചിട്ട് കൊടുത്ത് ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കേ. ഓക്കെ, നമ്മുടെ ഉള്ളിയൊക്കെ അരച്ചെടുത്തേ. ഉള്ളിയും ഒരു ശകലം പോലും വെള്ളം ചേർക്കാതാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി ചട്ടി നമുക്ക് സ്റ്റൗ ഓണാക്കേ. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കേ. ഉലുവ ഒന്ന് പൊട്ടട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നമ്മൾ ഉലുവ നല്ലതുപോലെ പൊട്ടിയേ. ഇനി ഇതിനകത്ത് 1 തണ്ട് കറിവേപ്പിലേക്ക് എടുക്കാം. ഇതിനകത്ത് ഈ അരച്ച് വെച്ച മസാലയിൽ അതിട്ട് കൊടുക്കാം. പച്ച ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടുന്നവഴം നമുക്ക് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരട്ടെ. ഈ വഴന്ന് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ മസാലയിലോട്ട് ഒരു 2-2.5 ടീസ്പൂൺ പിരിയമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിക്കനുസരിച്ച് ഏത് മുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. എരിയുള്ള മുളക് പൊടി ഉപയോഗിക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും ഒഴിക്കണേ. ഇതിലോട്ട് ഒരു 2 വലിയ തക്കാളി അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. നമുക്ക് തീ ഒന്ന് കുറയ്ക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടട്ടെ. തീ തീരെ കുറയ്ക്കണേ, സിമ്മിലിട്ടേക്കണം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ചെറിയ തീ. തക്കാളി നോക്കാം. ഇനി ഇതിലോട്ട് നമ്മളെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇതും ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. തീ ഒരു ശക്കലം ഒന്ന് കൊട്ടിക്കൊടുക്കാം. ശക്കലം മീഡിയത്തിലും താഴെ വെക്കണേ. മതി. നമ്മുടെ മസാല നോക്കേ. ഒരു 3 മിനിറ്റിനോളം ഞാൻ ഇട്ടിരുന്നേ. ഇനി ഇതിലോട്ട് നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീനില്ലേ അതിട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പ്രോൺസ് വേവണ്ടേ? ഇത് മതിയേ. നീ തീ ഒന്ന് ഫുള്ളിൽ വെക്കാം. തിളയ്ക്കട്ടെ. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ തിളയ്ക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് പിന്നെ തീ കുറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കറി നോക്കാം. ചെമ്മീൻ കറി നോക്കാം. നല്ല തിളച്ചു. ഇനി ഇതിനകത്ത് ഒരു 1.5 മുരിങ്ങയ്ക്ക ഉണ്ടേ. വലിയ 1.5 മുരിങ്ങയ്ക്ക അതിട്ട് കൊടുക്കാം. നല്ല പിഞ്ച് മുരിങ്ങയ്ക്കാണേ. ഇനി ഇത് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം. സിമ്മിലാക്കണ്ട. ഒരു മീഡിയത്തിന് തൊട്ട് താഴെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 6-7 മിനിറ്റ് ആ തീ കിടന്ന് വേകട്ടെ. ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് എടുക്കുന്നുണ്ട്. വേറൊരു കാര്യം ഇട്ട് കൊടുക്കണേ. നമ്മളെ കറി നോക്കേ. കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 4 മിനിറ്റ് കഴിഞ്ഞു. ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേ. 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേ. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഓക്കെ. നല്ല മണം. ഇനി തീ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ കിടക്കട്ടെ. നമ്മൾ കറി നോക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. സിമ്മിലാണ് ഇത് കിടക്കുന്നത്. നമ്മളെ മുരിങ്ങയ്ക്ക് എല്ലാം നല്ല വെന്തേ. ഇനി ഇതിലോട്ട് ഒരു 4 പച്ചമുളക് 2ആയിട്ട് പിളർന്നത് ഇട്ട് കൊടുത്തേ. ഇനി ഇതിനകത്ത് 2-3 തണ്ട് കറിവേപ്പില അതും ഇട്ട് കൊടുത്തേ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫാക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുത്ത് നോക്കേ. നമ്മുടെ കറി നോക്കേ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു. നല്ല മണമുണ്ടേ. ഓക്കെ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരയ്ക്കേണ്ട ഒന്നും വേണ്ട. ഇതൊരു സർവിങ് ബൗളിലോട്ട് മാറ്റേ.
കണ്ടില്ലേ നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയ്ക്ക ചെമ്മീൻ മസാല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചപ്പാത്തിക്കും അപ്പത്തിനും പുട്ടിനും ദോശയ്ക്കും നമുക്ക് എന്തിനോട് ഇഷ്ടമുണ്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ചെമ്മീൻ മസാലയാണേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.